ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ എയർപോർട്ടുകളിൽ, മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ, ഹോട്ടലുകളിൽ തോന്നിയ വില ഈടാക്കുന്നത് തടയാൻ പറ്റില്ല. കാരണം എയർപോർട്ടുകളിൽ ഹാളുകൾ ലേലം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ബന്ധുക്കളാണോ ആ മുറികൾ ലേലത്തിൽ എടുക്കുന്നത്. പലതും പേരിന് മാത്രം ഒരു ലേലം, പ്രധാന മുറികൾ എല്ലാം നേരത്തെ തന്നെ ഈ നേതാക്കൾ കൈക്കൽ ആക്കിയിരിക്കും. ഇതിന്റെ വാടക സർക്കാർ മാനദണ്ഡം അനുസരിച്ചായിരിക്കും. മാസം 300 രൂപ, 1000 രൂപ എന്നൊക്കെ. അഡ്വാൻസ് 3 മാസത്തെ വാടക. പക്ഷേ ഇവർ ഇത് പുറത്ത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കും. അതിന്റെ വാടക ഇങ്ങനെയാവും. അതായത് ദിവസവും 10,000 രൂപ എന്ന നിരക്കിലും അഡ്വാൻസ് 20 ലക്ഷം എന്ന രീതിക്കാവും. ഈ കട വാടകയ്ക്ക് എടുക്കുന്ന ആൾ എന്ത് ചെയ്യും? ജോലിക്കാരുടെ ശമ്പളം, മുതൽ മുടക്ക്, മറ്റുള്ള ചെലവുകൾ എല്ലാം കണക്കാക്കിയാണ് ഒരു ചായക്ക് 200 രൂപ എന്ന് ഈടാക്കുന്നത്. ചായക്ക് തന്നെ ഈ വിലയെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്ക് എന്തായിരിക്കും വില? വില വിവര പട്ടിക ഒന്നും ഉണ്ടാവില്ല. പലരും പെട്ടുപോകുന്നതാണ്. ഒരു തവണ കയറിയ ആൾ പിന്നെ അവിടെ കയറില്ല. അത് അവർക്കു വിഷയമല്ല. കാരണം എന്നും പുതിയ ഇരകളെ അവർക്കു കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ മൾട്ടിപ്ലെക്സിലും സാധാരണക്കാരനു കാന്റീൻ നടത്തിപ്പു കിട്ടില്ല. ഇതൊക്കെ വൻകിട തമിഴ്നാട്ടുകാരായ ഉത്തരേന്ത്യൻ മുതലാളിമാർക്കാണ് കിട്ടുക. കാരണം അത്രയും വലിയ തുകയാണ് ആ സ്പേസിനു ഉടമ ഈടാക്കുക. മാൾ ഉടമയും വൻകിട മുതലാളി ആകുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതാണ് കാപ്പിക്ക് 30 രൂപ, കുപ്പി വെള്ളത്തിന് 50 രൂപ എന്ന് വിൽക്കുന്നത്. ലാഭത്തിനാണല്ലോ കച്ചവടം, നാട്ടുകാരെ നന്നാക്കാനല്ല. പിന്നെ ഹോട്ടലുകൾ. പണ്ട് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് എന്നൊക്കെ തിരിച്ചു ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരനൊക്കെ സി ക്ലാസ് ബോർഡ് നോക്കി ആ ഹോട്ടലിൽ കയറും. കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർന്നവൻ എ ക്ലാസ്, ബി ക്ലാസ് ബോർഡ് നോക്കി ആ ഹോട്ടലിൽ കയറുമായിരുന്നു. പിന്നെ എപ്പോഴോ ഇതൊക്കെ മാറ്റം സംഭവിച്ചു. എല്ലാം ഹോട്ടൽ തന്നെ. തട്ടുകടയിലും ചായക്ക് 12 രൂപ, ബേക്കറിയിലും 12, ഹോട്ടലിലും 12. സാധാരണക്കാരൻ മിക്കതും ആശ്രയിക്കുന്നത് പണ്ട് തട്ടുകടയാണ്. കാരണം വിലക്കുറവ്. പക്ഷേ ഇപ്പോൾ അവിടെയും സാധാരണ വില തന്നെ. ഹോട്ടലുകാരൻ 100 കൂട്ടം സർക്കാർ നിയമങ്ങളാണ്. തട്ടുകടക്കാരനു ഇതൊന്നും ഇല്ല. മേൽ പറഞ്ഞ എല്ലാം തടയിടാനും പൂട്ടിക്കാനും 100 കൂട്ടം വകുപ്പുകളും 1000 കണക്കിനു ഉദ്യോഗസ്ഥരുടെ നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ തെരഞ്ഞെടുത്ത രാഷ്ട്രീയം. CPM കാരനും കോൺഗ്രസ്കാരനും BJP കാരനും എല്ലാം മേൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇരകളും ഉണ്ട്, വേട്ടക്കാരനും ഉണ്ട്. നിങ്ങൾ ഇരയ്ക്കു ഒപ്പമെങ്കിൽ ഇനിയും വൈകരുത്. മാറ്റത്തിന് ജൂനിയർ സർക്കാർ കേരള എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുക. ഊമക്കത്ത് എന്ന ഒരു സംവിധാനം ഇന്നു ഇല്ല. അതായത് ഈ പെൺകുട്ടിക്ക് ഒരു മനോവിഷമം ഉണ്ട് എന്ന് വയ്ക്കുക. പോലീസിൽ പറഞ്ഞാൽ അവർ ഭർത്താവിനെ കൊണ്ടുപോകും, 2 പൊട്ടിക്കും, പറഞ്ഞുവിടും. അയാൾ മദ്യപിച്ചുവന്നു പരാതി കൊടുത്തതിനു ഇവളെ തല്ലും, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. കൂട്ടുകാരിയോട് പറഞ്ഞാലും വീട്ടുകാരോട് പറഞ്ഞാലും അവർക്കു ഇത് പരിഹരിക്കാൻ പരിമിതികൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ വാതിലും അടയുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. കാര്യങ്ങൾ സുമുഖമായി കൊണ്ട് ചെല്ലാൻ ഒരു സംവിധാനം ഇല്ല. അവിടെയാണ് ഈ ജൂനിയർ സർക്കാർ കേരള സർക്കാർ കൊണ്ടുവരുന്ന ഊമക്കത്ത് എന്ന പരിപാടി. അത് എങ്ങനെ എന്നുവച്ചാൽ ഈ പെൺകുട്ടി പുള്ളിക്കാരിയുടെ പരാതികൾ ഒരു വെള്ള കടലാസിൽ എഴുതി ഒരു പരാതി പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. അത് പരിശോധിക്കാനും നടപടി എടുക്കാനും ഒരു പ്രത്യേക വകുപ്പ്. അവർ ആ കത്ത് വായിച്ചു ഭർത്താവിനെ വേറെ കേസിൽ പെടുത്തി പൊക്കുന്നു. അതിൽ ഈ പെൺകുട്ടിയുടെ പരാതിയും ചേർത്ത് ചോദ്യം ചെയ്യുന്നു. അയാളുടെ വശം കേൾക്കുന്നു. കുറ്റക്കാരൻ എന്ന് കണ്ടാൽ ജയിലിൽ അടയ്ക്കുന്നു. ഒരിക്കലും ആ പെൺകുട്ടിയുടെ പരാതിയിൽ എന്ന രീതിക്ക് വരാതെ നോക്കണം. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല എന്ന കരാറോടെ ഉറപ്പു കിട്ടിയതിനുശേഷം കേസിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കുക. ഇതേപോലെ തന്നെ അടുത്ത വീടുകളിൽ നടക്കുന്ന അക്രമങ്ങൾ, ലഹരി കച്ചവടം, പെൺവാണിഭം, പൂവാല ശല്യം, കള്ളന്റെ ശല്യം, അതിർത്തി തർക്കം, മകൾക്കു ഉണ്ടാകുന്ന പീഡനം, മകന്റെ കൂട്ടുകാരുടെ ലഹരി ഉപയോഗം എന്നിങ്ങനെ എന്തും ഈ ഊമക്കത്തായി പോസ്റ്റ് ചെയ്യാം. പരാതിക്കാരന്റെ പേര് വെളിപ്പെടുത്തണം എന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതിനെ ഊമക്കത്ത് എന്ന് വിളിക്കുന്നത്. ഈ കത്തു ഒരു കവറിലാക്കി ഊമക്കത്ത് എന്ന് എഴുതി എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരു പരാതി പെട്ടി സ്ഥാപിക്കും. അതിൽ നിക്ഷേപിക്കാം. അത് തുറക്കുന്നതും പരിഗണിക്കുന്നതും പ്രത്യേക വകുപ്പാണ്. നിലവിൽ നമുക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി രേഖാമൂലം നൽകണം. പരാതിക്കാരന്റെ പേര് എങ്ങനെയും ചോരും. പിന്നെ പരാതിക്കാരന്റെ വീട് കത്തിക്കുക, കാറു കത്തിക്കുക, ബൈക്ക് കത്തിക്കുക, പട്ടിയെ കൊല്ലുക, വീട്ടിൽ കയറി മർദ്ദിക്കുക എന്ന കലാപരിപാടികളാണ്. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇത് വിജയിച്ചാൽ നാട്ടിൽ ആത്മഹത്യകളും കുറ്റങ്ങളും അക്രമങ്ങളും 100% തടയിടാൻ സാധിക്കും. നിങ്ങളിൽ 75% ആളുകളും മേൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നേരിട്ടവരായിരിക്കും. ഈ ജൂനിയർ സർക്കാർ കേരള എന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ എത്തിക്കാൻ നിങ്ങൾ മാത്രം അംഗമായാൽ മതി.
ഇനി ഇറങ്ങുന്ന മലയാള സിനിമകൾ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. വൃഷഭ, സർവം മായ, മാർത്താണ്ഡവർമ്മ എന്നൊക്കെ. കാരണം ഭരിക്കുന്നവർക്കു എതിരായി ഒരു വാചകം വന്നാൽ, കഥാപാത്രത്തിന്റെ പേര് വന്നാൽ, ബീഫ് കഴിച്ചാൽ ആ പടത്തിന് സെൻസർ അനുമതി കിട്ടില്ല. അതിനുവേണ്ടി വാദിച്ചാൽ ഇ.ഡി. റെയ്ഡ്, തീവ്രവാദി എന്നൊക്കെ വലയ്ക്കും. നമ്മൾ കാണുന്നതല്ലേ ഇതെല്ലാം. ഭരണത്തിൽ പ്രതിഷേധിച്ചവരെ മൂലയ്ക്ക് ഇരുത്തി. പേര് ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നാട്. നിലവിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നാട് തന്നെയാണ്. പക്ഷേ സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാക്കണം എന്നു മാത്രം. 1970 മുതൽ 2000 വരെ ഉള്ള കാലഘട്ടത്തിൽ ജീവിച്ച ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. എത്ര സിനിമകൾ, എത്ര സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, സംഗീത സംവിധായകർ, നടീനടന്മാർ, നിർമ്മാതാക്കൾ. എല്ലാം ഇനി ഓർമ്മകൾ അയവിറക്കി ഇരിക്കാം എന്ന് മാത്രം. ഇന്ന് ഇറങ്ങുന്ന സിനിമകളുടെ സംവിധായകർ ആരാണ്? തിരക്കഥാകൃത്തുക്കൾ ആരാണ്? സംഗീത സംവിധായകർ ആരാണ്? നടീനടന്മാർ ആരാണ്? യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ നോക്കണം. പുതിയ തലമുറ പഴയ പാട്ടുകൾ റീമിക്സ് ചെയ്തു റീൽസ് ചെയ്യുന്നു. ഗാനരചയിതാക്കൾ വാക്കുകൾ കിട്ടാതെ വലയുന്നു. കഥയ്ക്കു വേണ്ടി സംവിധായകർ പരക്കം പായുന്നു. കോടികൾ മുടക്കാൻ ആളുണ്ട്. പക്ഷേ കഥ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാവണം. അത് AI ടൂൾ ഉപയോഗിച്ചു എത്ര വൃത്തികേടാക്കിയാലും ആർക്കും പരാതി ഇല്ല. ഇന്നത്തെ സിനിമയുടെ കാലഘട്ടത്തിൽ കമൽ എന്ന സംവിധായകനെ കമാൽ ബാഷ എന്ന് മനസ്സിലായി. മമ്മൂട്ടി, പ്രേം നസീർ, മാമുക്കോയ, നാദിർ ഷാ എന്നിവർ മുസൽമാൻ എന്നു മനസ്സിലായി. മുഹമ്മദ് റാഫിയും ഷാരുഖ് ഖാനും അമീർ ഖാനും മുസൽമാൻ എന്നു മനസ്സിലായി. യേശുദാസും ജോൺസണും ക്രിസ്ത്യാനികൾ എന്നു മനസ്സിലായി. വിജയ് അല്ല ജോസഫ് വിജയ് എന്ന് മനസ്സിലായി. കമൽ ഹസൻ അല്ല കമൽ ഹാസൻ എന്നു മനസ്സിലായി. MS ബാബുരാജ് അല്ല മുഹമ്മദ് സബീർ ബാബുരാജ് എന്നു മനസ്സിലായി. ഹിന്ദുവായ നായകനും മുസ്ലിം നായകിയും പ്രേമിക്കാൻ പറ്റില്ല എന്നു മനസ്സിലായി. ഹിന്ദുവായ നായകിയും ക്രിസ്ത്യൻ നായകനും പ്രേമിക്കാൻ പറ്റില്ല എന്നു മനസ്സിലായി. AR റഹ്മാന്റെ വന്ദേ മാതരം കേരളത്തിൽ അല്ലാതെ വേറെ സംസ്ഥാനങ്ങളിൽ കേൾക്കാതായി. നമ്പൂതിരി കഥാപാത്രം നായരായ നടൻ. അടിച്ചു തെളിക്കാരി ജാനകിക്കു പകരം മരിയക്കുട്ടി. ഇന്നത്തെ സിനിമകളിൽ അമ്പലപ്പറമ്പുകൾ ഇല്ലാതായി. ആൽമരങ്ങൾ, കുളങ്ങൾ, വയലുകൾ, മുണ്ടുടുത്ത നായകന്മാർ, പാവാടയും ദാവണിയും അണിഞ്ഞ നായികമാർ, കള്ളിമുണ്ടും ജാക്കറ്റും മേൽമുണ്ടും ധരിച്ച അമ്മമാർ, കള്ളിമുണ്ട് ധരിച്ച അച്ഛൻ, സൈക്കിൾ, കരിവള, ചായക്കട, നിലവിളക്കു, താലികെട്ട്, ആദ്യ രാത്രി, വാഴ ഇല, ചോറു, സാമ്പാർ, പപ്പടം, പായസം, അങ്ങാടി തല്ല്, വള്ളി ട്രൗസർ, കത്തി, ഉന്തുവണ്ടികൾ, ചട്ടിക്കട. പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ പഴയ നന്മയുള്ള സിനിമകളും നന്മയുള്ള ജനങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുള്ളവർ നിങ്ങളെങ്കിലും ജൂനിയർ സർക്കാർ കേരള എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുക.